വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കാൻ പറ്റുമോ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നിയമസാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഓഫ് 1991, അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് കൺവേർഷൻ എന്ന്. ഇതിൽ പറയുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷനിൽ നിന്ന് മറ്റൊരു റിലീജിയസ് ഡിനോമിനേഷനിലോ അല്ലെങ്കിൽ ആ സെയിം ഡിനോമിനേഷനിൽ ആ സെയിം റിലീജിയസിലുള്ള മറ്റു ഗ്രൂപ്പ്സിലേക്കോ റിലീജിയസ് പ്ലേസസ് വർഷിപ്പ് പ്ലേസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 4(1) എന്ന് പറയുന്ന ആക്ടിലെ സെക്ഷൻ 4(1) അതിൽ പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് റിലീജിയസ് ക്യാരക്ടർ. അതായത് ഓഗസ്റ്റ് 15, 1947 എങ്ങനെയാണോ റിലീജിയസ് പ്ലേസസ് ഉള്ളത് അത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് ക്യൂ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ അടുത്ത ഒന്നാണ് സെക്ഷൻ 4(2) എന്ന് പറയുന്നത്. അതിൽ അബറ്റ്മെന്റ് ഓഫ് പെൻഡിങ് കേസസ്, അതായത് നമുക്കറിയാം ഓൺഗോയിങ് ലീഗൽ പ്രൊസീഡിംഗ്സ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ആ സമയത്ത്. ആ പ്രൊസീഡിംഗ്സ് ഒക്കെ ടെർമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ കേസസ് ഒന്നും ഇനീഷ്യേറ്റ് ചെയ്യാനും എടുക്കാനും പറ്റില്ല. അതായത് പുതിയ കേസ് കൊടുക്കുന്നതിൽ നിന്ന് ബാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയോധ്യ എങ്ങനെയാണ് ഇതിൽ നിന്ന് എക്സെപ്റ്റ് ആയിട്ടുള്ളത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ആക്ടിൽ തന്നെ ചില എക്സെപ്ഷൻ കേസസ് ഉണ്ട്. ഇതിൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 5 പറയുന്നത് സം എക്സെപ്ഷൻസ് ഈ ആക്ടിലുള്ള. അതിൽ ഒന്നാമത്താണ് ഏൻഷ്യന്റ് മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 ഉള്ള ഏൻഷ്യന്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ്. ഇതൊന്നും ഇതിൽ എന്ത് ചെയ്യില്ല, ഈ ആക്ടിൽ ഉൾപ്പെടില്ല. അതായത് ഈ ആക്ടിന് പുറത്താണ് ഇതൊക്കെ. ഈ ആക്ട് ഇതിലൊന്നും അപ്ലൈ ആവില്ല. അതുപോലെ തന്നെ ഓൾറെഡി ഏതെങ്കിലും സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മ്യൂച്വലി അഗ്രിമെന്റോ കൺവേർഷൻസോ നടന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ആക്ടിൽ എന്ത് ചെയ്യില്ല, ഈ ആക്ടിനെ എഫക്ട് ചെയ്യില്ല. ഈ ആക്ട് കൊണ്ട് എഫക്ട് ചെയ്യില്ല. ആ സെറ്റിൽമെന്റ്സ് ഒക്കെ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, മ്യൂച്വൽ ആയിട്ട് എന്തെങ്കിലും അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ അഗ്രിമെന്റ്സ് ഒക്കെ അതുപോലെ തന്നെ നിലനിൽക്കും. അടുത്തതായിട്ട് വരുന്നതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് നോൺ ആസ് രാം ജന്മഭൂമി ഓർ ബാബരി മസ്ജിദ് അയോധ്യ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യവും ഈ ഒരു ആക്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അയോധ്യ ഇതിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിലുള്ള അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. അതായത് പെനാൽറ്റീസ്. ഇതിലെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തതിനാൽ, അതായത് ഈ ആക്ടിന് എതിരായിട്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റ് ടേം ഓഫ് 3 years and fines ആണ്. അതായത് 3 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴയും ചുമത്തപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഈ ആക്ടിനെ പറ്റി സുപ്രീം കോടതി എന്താ പറഞ്ഞത് നോക്കാം. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണ്. അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ടിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു ലെജിസ്ലേറ്റീവ് ഇന്റർവെൻഷൻ ആയിട്ടാണ് കോടതി ഈ ഒരു ആക്ടിനെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എൻഷുർ ഈക്വാലിറ്റി എമംഗ് ഓൾ റിലീജിയൻ, എല്ലാ റിലീജിയൻസും തമ്മിൽ ഒരു ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്നുണ്ട് ഈ ആക്ട്. അതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായിട്ടും, അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്ടിൽ ഫർദർ ആയിട്ടുള്ള ഒരു കേസസും എടുക്കില്ല, എല്ലാ കേസും ബാർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുക്കുന്നതിൽ നിന്ന് ബാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായതിനു ശേഷവും ഗ്യാൻ വാപ്പി കേസും അതുപോലെ തന്നെ ഷായി കേസും കോടതി എന്റർടൈൻ ചെയ്തിട്ടുള്ളത്? അതിനെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പായി നമുക്ക് എന്ത് ചെയ്യാം, ആ കേസസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗ്യാൻ വാപ്പി മോസ്ക് കേസ് എന്താണെന്ന് നോക്കാം. ഗ്യാൻ വാപ്പി മോസ്ക് കേസ് 2022 കൊടുക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഹിന്ദു വിമൻസ് ആണ് ഇത് കൊടുക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് ഒരു റൈറ്റ് ടു വർഷിപ്പ് ഡൈറ്റീസ് ക്ലെയിം, അതായത് ആ ഒരു പ്രൊമൈസസിൽ എന്താണ് അവരുടെ ഡൈറ്റി ഉണ്ട്, അപ്പൊ അവരെന്ത് ചെയ്യണം, വർഷിപ്പ് ചെയ്യണം, ആരാധിക്കണം എന്നാണ് പറഞ്ഞിട്ടാണ് ഒരു കേസ് കൊടുത്തിട്ട് 1991 വേറൊരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗ്യാൻ വാപ്പി മോസ്കിന്റെ ഒരു പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലോർഡ് വിശ്വേശ്വര ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മെയിൻ ബേസിക്സ്, അതായത് ഈ സ്യൂട്ടിന്റെ മെയിൻ ബേസിക്സ് എന്ന് പറയുന്നത് ഗ്യാൻ വാപ്പി കോമ്പൗണ്ടിന്റെ സെൻട്രൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പിൾ, ലോർഡ് വിശ്വേശ്വരന്റെ ടെമ്പിൾ, ഓൾഡ് വിശ്വേശ്വര ടെമ്പിൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് സ്യൂട്ടിൽ. എന്നാൽ കോടതിയുടെ വിധി എന്ന് പറയുന്നത്, കോടതി പറഞ്ഞിട്ടുള്ളത് ഈ സ്യൂട്ട് എന്ത് ചെയ്യില്ല, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം ഡീബാർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ കോടതി പറഞ്ഞൊരു കാര്യമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം, അവിടെ സർവേ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സർവേ നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ ക്ലൈം ദാറ്റ് ദ ടെമ്പിൾ എക്സിസ്റ്റഡ് ദെയർ, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോസ്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ടെമ്പിൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കോടതി പറഞ്ഞു കോർട്ട് അലൗഡ് ദ കണ്ടക്ട് ഓഫ് ഹിന്ദു പ്രയർസ്, ആ പ്രിമൈസസ് എന്ത് ചെയ്യാം, ഹിന്ദുസിന് പ്രയർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. എന്നാൽ ഇപ്പോഴത്തെ കറന്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മോസ്കിന്റെ സെൻട്രൽ ആയിട്ട് ഒരു സീൽഡ് ഏരിയ ഉണ്ട്. ആ സീൽഡ് ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോർഡ് വിശ്വേശ്വരന്റെ ടെമ്പിൾസിന്റെ റിമൈൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വാദം. അത് വെച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതി ഇപ്പം പറഞ്ഞിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യനെ കൊണ്ട് അവിടെ സർവേ നടത്തിക്കണം ആ സീൽഡ് ഏരിയ എന്ന് പറഞ്ഞു. അതിന്റെ ഇഷ്യൂസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷായി മോസ്ക്, ഈ ഷായി ഈദ്ഗാഹ് മസ്ജിദും അതുപോലെ തന്നെ കൃഷ്ണ ജന്മഭൂമി ടെമ്പിളും അഡ്ജസന്റ് ആയിട്ടാണ് ഉള്ളത്.
അപ്പൊ ഇതിന്റെ സ്യൂട്ട് എന്ന് പറയുന്നത് ഈ മോസ്ക് കെട്ടിയിട്ടുള്ളത് ലോർഡ് കൃഷ്ണ ജനിച്ച സ്ഥലത്ത് നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അലിഗേഷൻ ഡിനൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് 1968 എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ കോംപ്രമൈസ് പ്രകാരം സംസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോർഷൻ ഓഫ് ലാൻഡ് ഈദ്ഗാഹ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈദ്ഗാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹിന്ദുസിന് എന്ത് അവിടെ വന്നിട്ട് പ്രേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കോംപ്രമൈസ് ഉണ്ടായിരുന്നത്, അഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരിപ്പോൾ പറയുന്നത് ഈ കോംപ്രമൈസ് ഒരു ഫ്രൂഡലന്റ് കോംപ്രമൈസ് ആണ്. അതുപോലെ തന്നെ സീക്ക് ടു ട്രാൻസ്ഫർ ഓഫ് ദി എൻറ്റയർ പാർസൽ ഓഫ് ലാൻഡ് ടു ഡൈറ്റി, അതായത് ഡൈറ്റിക്ക് എൻറ്റയർ അവിടുത്തെ മുഴുവൻ ലാൻഡ് എന്ത് ചെയ്യണം, ഡൈറ്റിക്ക് അതായത് ടെമ്പിളിലേക്ക് കൈമാറണം എന്നാണ് ഈ ഒരു സ്യൂട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. എന്നാൽ ഒരുപാട് കോടതിയിൽ ഒരുപാട് കേസസ് ആണ് ഇതിനെ പറ്റിയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കോടതിയിലെ കേസസും എന്ത് ചെയ്തു, അലഹബാദ് ഹൈക്കോർട്ട് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തിട്ട് അലഹബാദ് ഹൈക്കോർട്ടിലേക്ക് മാറ്റി. ഈ രണ്ട് മോസ്കിന്റെ കേസും എന്തുകൊണ്ടാണ് കോടതി എന്റർടൈൻ ചെയ്തത് അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗ്യാൻവാപ്പി കേസ് നോക്കാം. ഗ്യാൻവാപ്പിന്റെ എന്ന് പറയുന്നത്, ഗ്യാൻവാപ്പി മോസ്കിന്റെ അവരിൽ സ്യൂട്ട് ചെയ്തിട്ടുള്ള എയിം എന്ന് പറയുന്നത് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അസേർട്ടിംഗ് ദ റൈറ്റ് ഓഫ് വർഷിപ്പ് ഓഫ് ഹിന്ദു ഡൈറ്റി, അതായത് ഹിന്ദു ഡൈറ്റീസിന്റെ വേർഷിപ്പിനുള്ള റൈറ്റിനെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, സ്യൂട്ട് ചെയ്തിട്ടുള്ള റൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നോട്ട് സീക്ക് ടു കൺവേർട്ട് ദ സ്റ്റാറ്റസ് ഓഫ് മോസ്ക്, അതായത് പള്ളിയുടെ സ്റ്റാറ്റസിനെ ചേഞ്ച് ചെയ്യണമെന്ന് നമ്മൾ പറ്റില്ല, പള്ളി കൺവേർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറ്റില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് അവിടെ പ്രയർ ചെയ്യാനുള്ള റൈറ്റ് കിട്ടണമെന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സ്യൂട്ട് കോടതി എന്ത് ചെയ്തിട്ടുള്ളത്, എന്റർടൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് റിലീജിയസ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം, അതായത് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ റിലീജിയസ് ക്യാരക്ടർ ഈ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്ത് ചെയ്തിട്ടില്ല, ഈ ടേം ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഷാഹി മോസ്കിന്റെ കേസ് നോക്കാം. ഷാഹി മോസ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക്, അതായത് ഈ ആക്ട്, അതായത് 1991 ഈ ആക്ട് വന്നിട്ടുള്ളത്. ഈ ആക്ട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഡിസ്പ്യൂട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഗ്രിമെന്റ്സോ കോംപ്രമൈസോ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആക്ടിലേക്ക് ഉൾപ്പെടില്ല. എന്നാൽ നമ്മളെ കണക്ക് പ്രകാരം 1968 എന്ത് ചെയ്തിട്ടുള്ളത്, ഷാഹി ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് കോംപ്രമൈസിൽ എത്തിയത് 68. അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്രമൈസ് ടോക്ക് അല്ലെങ്കിൽ ഈ ഡിസ്പ്യൂട്ട് എന്ത് ചെയ്യില്ല, ഈ ഒരു ആക്ടിലേക്ക് വരില്ല. അതുകൊണ്ടാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡിസ്പ്യൂട്ട്, അതായത് ഷാഹി മോസ്കിന്റെ ഡിസ്പ്യൂട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കോടതി എന്റർടൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.